അടുത്തതായി നമ്മൾ പഠന വിഷയമായി ചിന്തിക്കുവാൻ പോകുന്നത് സ്വർഗവും നരകവും യാഥാർത്ഥ്യമോ. ആ വിഷയത്തെ നമ്മൾ ആദ്യമായി പഠനത്തിന് വേണ്ടി എടുക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യമാണ്. അവിടെ മലയാളത്തിൽ ഇപ്രകാരം വായിച്ചു വിടുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായി ഇരുന്നുവെന്ന. ഇംഗ്ലീഷിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദി എർത്ത് എന്ന് കിം ജെയിംസ് വേർഷൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു. ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് അവിടുത്തെ ട്രാൻസ്ലേഷൻ. എന്നാൽ ന്യൂ കിങ് ജെയിംസ് തുടങ്ങി NIV മറ്റ് പല ഇംഗ്ലീഷ് വേർഷൻ ബൈബിളുകൾ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് വായിക്കുന്നു. അപ്പോൾ അവിടുത്തെ അർത്ഥം ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് വരുന്നു. എന്നാൽ പഴയ നിയമം എഴുതിയ മൂലഭാഷയായ എബ്രായ ബൈബിൾ പരിശോധിച്ചാൽ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: ബറൂഖ് ഹഷേം ബർഷ്യത്ത് ബാറാ ഏലോഹീം അത് ഹഷാമയും വത് ഹയാറസ് എന്നാണ്. അതിൻ്റെ അർത്ഥവ്യാഖ്യാനം അതിൻ്റെ ട്രാൻസ്ലേഷനായി എടുത്താൽ ഇപ്രകാരം പറയാം: അനാദികാലം, കാലങ്ങൾക്ക് മുമ്പേ ആദിയിൽ ഏലോഹീം എന്ന ത്രിയേക ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെയും പിന്നെ ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന ഒരു വ്യാഖ്യാനമായി യഹൂദ റബ്ബിമാർ പറയുന്നത്, ആരംഭങ്ങളുടെ ആരംഭമായി യഹോവയായ ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെയും അതിൽ സ്വർഗീയ മാലാഖമാരായ ദൂത സഞ്ചയങ്ങളെയും സൃഷ്ടിച്ചു, അവരുടെ സാന്നിധ്യത്തോടുകൂടെ ഭൂമിയെ സൃഷ്ടിച്ചു വന്ന. ഇത് പറഞ്ഞതിൻ്റെ പിന്നിൽ എടുത്ത വിഷയം ബൈബിളിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു സൃഷ്ടികർത്താവിനെയും താൻ സൃഷ്ടിച്ച ആദിയിലെ സൃഷ്ടിയെക്കുറിച്ചും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഏലോഹീം എന്ന ത്രിയേക ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗത്തെയും സൃഷ്ടിച്ചു. സ്വർഗങ്ങൾക്ക് മീതെ സ്വർഗം. സാധാരണ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യനും ദൈവഭക്തനോ ദൈവഭക്തനല്ലാത്ത വ്യക്തിയോ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും വിശ്വസിച്ചില്ല എങ്കിൽ പോലും ഒരുപക്ഷെ സ്വർഗം എന്നുള്ളതായ വാക്കുപയോഗിക്കും. ദൈവവിശ്വാസമില്ലാത്തവനും ദൈവകരുണയാൽ എങ്ങനെ സംഭവിച്ചു, ദൈവസഹായം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാതെ പറഞ്ഞു പോകും. കാരണം ഇല്ലാത്തത് ഒരു കാര്യമല്ല, അത് യാഥാർത്ഥ്യമാണ്. സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകവും യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നരകത്തെയും സൃഷ്ടിച്ചുവോ? വിശുദ്ധ സത്യവേദ പുസ്തകം പറയുന്നതായ വെളിച്ചത്തിൽ അത്യുന്നതനായ ദൈവം സ്വർഗാദി സ്വർഗങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അവിടെ വാണരുളുവാനും ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി കാര്യ ഗൗരവങ്ങൾ നടത്തുവാനും ദൂതസഞ്ചയങ്ങളെ അണിയണിയായി സൃഷ്ടിച്ചു. ആ ദൂതസഞ്ചയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായി, പ്രഭുവായി, മഹാനായി, തേജസ്വരൂപിയായിരുന്ന ഒരു ദൂതനെക്കുറിച്ച് പറയുന്നു. ആ ദൂതൻ്റെ വീഴ്ചയോടുകൂടെ ഓട്ടോമാറ്റിക്കായി തന്നെ നരകം സൃഷ്ടിക്കപ്പെട്ടു വന്ന. നമുക്ക് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാം. നെഹമ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യം: നീ മാത്രം യഹോവയാകുന്നു, നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും. അവിടെ ശ്രദ്ധിക്കൂ, നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും പിന്നും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. ഈ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യമായിട്ട് വരേണ്ടത്. സൃഷ്ടിപ്പിന്റെ ക്രമമനുസരിച്ചുള്ളതായ ആ ക്രമം ഈ വാക്യം എത്രത്തോളം അർത്ഥവത്താക്കി തീർക്കുന്നുവോ അത്രയും ആശയം
ഉൽപ്പത്തി 1-1 നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഈ സൃഷ്ടിപ്പ് 19 സങ്കീർത്തനം അതിന്റെ 1 അവിടെ എങ്ങനെ വായിക്കുന്നു? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമാണ്: The heavens declared the glory of God, and the firmament showed his handiwork. Heavens declared the glory of God. ആകാശമെന്ന് മലയാളത്തിൽ വായിച്ച അതേ സ്ഥാനത്ത് ഹെവൻ എന്നും ഹെവൻസ് എന്ന പദമാണ് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം മലയാളവും കൂടെ ചേർത്ത് ചിന്തിച്ചാൽ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭം സ്വർഗവും സ്വർഗാദി സ്വർഗവുമാണ്. അതിന് മീതെ സിംഹാസനം സ്ഥാപിച്ച് വാണരുളുന്നവനായ ദൈവം ആകാശമണ്ഡലത്തിൽ ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിച്ചു. ഈ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി എന്നുള്ളതായ തലക്കെട്ടോടുകൂടെയുള്ള ഈ ചാർട്ടിൻ്റെ ആരംഭം ഒന്ന് ചിന്തിക്കാം. ഇവിടെ അൽഫ എന്നുള്ള പദം കാണുവാൻ കഴിയുന്നു. അതായത് ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചവനായ ദൈവം എല്ലാറ്റെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അനാദിയിൽ സൃഷ്ടികർത്താവായിരുന്ന ദൈവം, സ്വയംഭൂവായിരുന്ന ദൈവം അൽഫായുഗത്തിൽ സൃഷ്ടിച്ച സൃഷ്ടിപ്പുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അൽഫായുഗം എന്ന് പറഞ്ഞാൽ പൂർവ്വയുഗം, കഴിഞ്ഞ യുഗം, കഴിഞ്ഞ നിത്യത, എല്ലാറ്റിൻ്റെയും ആരംഭമായി ദൈവം സൃഷ്ടികർത്താവായിരുന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് അൽഫ എന്ന് ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് ഒന്ന് ശ്രദ്ധിക്കൂ. ഹെവൻ എന്നുള്ളതായ ഒരു പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ചില സിംഹാസനങ്ങൾ കാണാം. പ്രധാന ദൂതന്മാരിൽ ഒരുവനായ ഒരു മാലാഖ അല്ലെങ്കിൽ ഒരു ദൂതൻ, ലൂസിഫർ എന്ന ദൂതനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ചത് ഏതാനും ചില വാക്യങ്ങളുടെ വെളിച്ചത്തിൽ അതിൻ്റെ ആശയം ശ്രദ്ധിക്കൂ. ആരംഭങ്ങളുടെ ആരംഭമായി യഹോവയായ ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെയും സൃഷ്ടിച്ചു. പിന്നെ ആകാശമണ്ഡലത്തിൽ ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നതായ ആ ഭാഗം ഇവിടെയാണ്. നമുക്ക് ദൈവം ആദിയിൽ സൃഷ്ടിച്ച സ്വർഗതുല്യമായി സൃഷ്ടിച്ചതാണ് ഭൂമി. ആ ഭൂമിക്ക് മുകളിൽ ആകാശമണ്ഡലങ്ങൾ, അതാണ് ഈ കാണുന്ന മുഴുവനും ഉൾപ്പെടെ ആകാശമണ്ഡലങ്ങൾ. ഭൂമിക്ക് മുകളിൽ മേഘമണ്ഡലം, ഈ വായുമണ്ഡലം, മേഘമണ്ഡലം, അതിനു മുകളിൽ നക്ഷത്രജാലം, നക്ഷത്രമണ്ഡലങ്ങൾ, അതിനു മുകളിൽ നമുക്ക് ദൃശ്യമല്ലാത്ത അദൃശ്യമായ മണ്ഡലത്തിൽ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെയും സൃഷ്ടിച്ച് അതിൽ ഇരുന്ന് വാണിരുന്നവനായ ദൈവം. ഈ ദൈവത്തിന് സൃഷ്ടിപ്പിനുള്ള ബന്ധത്തിൽ ഒന്ന് വേഗത്തിൽ വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. അത് വളരെ അത്യാവശ്യമായ കാര്യവുമാണ്. രാജാക്കന്മാരുടെ 1 പുസ്തകം 22 അധ്യായം 19 സാധാരണഗതിയിൽ നമ്മളുടെ വായനയിൽ പോലും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇവിടെ നമുക്ക് അത് ശ്രദ്ധാവിഷയമായി അത്യാവശ്യമാണ്. എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. യഹോവയായ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൃഷ്ടികർത്താവായ പ്രപഞ്ചത്തിന്റെ ഉടയവനായ സൃഷ്ടികർത്താവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ സൈന്യമൊക്കെയും ദൂതപടകളൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്ത് അണിയണിയായി നിൽക്കുക. ആ കാഴ്ച നമ്മുടെ ശ്രദ്ധയിലോട്ട് വരട്ടെ. ഇവിടെ നിന്ന് അങ്ങ് ഉയരത്തിൽ സ്വർഗാദി സ്വർഗത്തിൽ കേന്ദ്ര സിംഹാസനം സ്ഥാപിച്ചുകൊണ്ട് വാണിരുന്നവനായ ദൈവം സ്വർഗസിംഹാസനത്തിന്റെ ചുറ്റുമായി വലത്തും ഇടത്തുമായി അണിയണിയായി ദൈവദൂതന്മാരെ സൃഷ്ടിച്ചാക്കി.
ആ ദൂതന്മാർ എത്രത്തോളമാകുന്നു എന്നുള്ളത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:22 വാക്യത്തിൽ അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘവും എന്നുള്ളതായ വാക്യം കാണും. അപ്പോൾ ആ ആയിരം വീതമുള്ളതായ അനേക സംഘങ്ങളുണ്ട് സ്വർഗത്തിലെ മാലാഖമാർ. ലൂക്കോസ് വിശേഷം 2:13 വാക്യം, യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ സ്വർഗത്തിലെ ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്ന ഒരു സന്ദേശം അറിയിക്കുന്നതിനോടൊപ്പം സ്വർഗത്തിലെ ദൂത സൈന്യം ഒരു പാട്ട് പാടുകയാണ്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം. അപ്പോൾ സ്വർഗീയ സൈന്യം എന്ന് പറയുന്നത് സ്വർഗീയ ദൂതഗണങ്ങളെയാണ് സൈന്യം എന്ന് പറയുന്നത്. ആ സ്വർഗീയ ദൂതഗണങ്ങളിൽ ഒരു സംഘം ഇറങ്ങി വരുന്നു. അത് 1000-ഓ 10,000-ഓ ആയിരിക്കാം. 1000 വീതവും 10,000 വീതവും ലക്ഷോപലക്ഷമായിട്ടും അണിയണിയായി നിൽക്കുന്ന സംഘങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അതൊരു സംഘം ഇറങ്ങി വന്ന് അത്യുന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഹല്ലേൽ ഗീതം പാടുന്നതായിട്ടാണ് മൂലഭാഷയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ദൂതന്മാർ പാടുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ ഇറങ്ങി വന്ന് പാടുകയാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യം, അഗ്നിജ്വാലയ്ക്കൊത്ത സിംഹാസനവും കത്തുന്ന രഥചക്രങ്ങളുമായി അവിടെ ഒരു ദർശനം ദാനിയേൽ കാണുന്നു. അവന് ചുറ്റും 1000-1000-വും 10,000-10,000-വും ദൂതഗണങ്ങൾ അണിയണിയായി നിൽക്കുന്നു. നമ്മൾ എവിടെ നിന്ന് ആരംഭിച്ചു? സൃഷ്ടിതാവായ ഏലോഹിം എന്ന ദൈവത്തിൽ നിന്നും ആരംഭിച്ചു. ആ ദൈവം സൃഷ്ടിച്ച ആദ്യ സൃഷ്ടി എന്ന് പറയുന്നത് സ്വർഗവും സ്വർഗങ്ങളുമാണ്. സ്വർഗവും സ്വർഗങ്ങളും എന്ന് പറയുന്നത് 1 ആണോ 2 ആണോ 3 ആണോ 7 ആണോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകം അങ്ങനെ വ്യക്തമായി ഒന്നും പറയുന്നില്ല. മനുഷ്യന്റെ ഭാവനയിൽ ശരിയാണെന്ന് തോന്നുന്ന വിധത്തിൽ സ്വർഗം 3 ഉണ്ട്, സ്വർഗം 7 ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ബൈബിൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ 1 എന്നോ 2 എന്നോ 4 എന്നോ 7 എന്നോ 10 എന്നോ പറയുവാൻ ആർക്കും അവകാശമില്ല. സ്വർഗങ്ങൾ അനവധിയാണ്. ഒന്നിനും മീതെ ഒന്നായി തട്ടുകൾ എന്നതുപോലെ അതിവിസ്തൃതമായ സ്വർഗീയ സാമ്രാജ്യത്തെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ ദൂതന്മാരുടെ ഗണത്തെക്കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം, സിംഹാസനത്തിന് ചുറ്റും ഏറിയ ദൂതന്മാർ നിൽക്കുന്നതായി പറയുന്നു. അവരുടെ സംഖ്യ 10,000, 10,000-വും 1000-1000-വും എന്ന് പറയുന്നു. ഹിന്ദി ബൈബിൾ വായിക്കുമ്പോൾ ഉൻകി സംഖ്യ ലാഖവും കരോടവും എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷവും കോടാനുകോടികളുമാകുന്ന ദൂത സംഘങ്ങൾ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നു. ആ കാഴ്ച നമുക്കൊന്ന് മനസ്സിൽ കാണാൻ കഴിയുമോ? അപ്പോൾ സ്വർഗത്തിൽ ദൂതൻ 1 ആണോ 2 ആണോ അല്ല എന്ന് മനസ്സിലായല്ലോ. അത് വലിയ സംഘമെന്ന് പറഞ്ഞാൽ അതും ചെറിയ ഒരു ഗണത്തോട് ചിന്തിക്കാൻ പാടില്ല. കർത്താവ് യേശു മത്തായി സുവിശേഷം 26-ാം അധ്യായം 53-ാം വാക്യത്തിൽ ഒരു വിഷയം വെളിപ്പെടുത്തുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഗതസമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കുവാൻ റോമൻ പടയാളികളും മഹാപുരോഹിത വർഗമൊക്കെയും അവിടെ വന്നു. കുറഞ്ഞത് 1000-ലധികം ആളുകളെങ്കിലും അന്നേരം യേശുവിന് ചുറ്റും കൂടി. 600 റോമൻ പടയാളികൾ തന്നെ ഉണ്ടെന്നാണ് ചരിത്രപരമായിട്ടുള്ള കണക്ക്. ആ ഗതസമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കുവാനായി കൈവയ്ക്കുന്നതായ മഹാപുരോഹിതന്റെ ദാസനെ പത്രോസ് വാളെടുത്ത് വിട്ടുന്നു. അപ്പോൾ യേശുവോടെ ഒരു അത്ഭുതം ചെയ്യുന്നു. ആ സ്പെയർ പാർട്സിനെ എടുത്ത് പടയാളിയുടെ കാതിൽ ആ സ്ഥാനത്ത് വയ്ക്കുന്നു. അത് പഴയതുപോലെ ജോയിൻ്റായി അവിടെ ഒരു മിറക്കിൾ നടക്കുക. എന്നിട്ട് പത്രോസിനോട് പറയുന്നു, പത്രോസേ, വാൾ ഉറയിലിടുക. ഞാനിപ്പോൾ പിതാവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞാനത് ഒന്ന് കൽപ്പിച്ചാൽ 12 ലഗ്യോനിലും അധികം വരും ദൂതന്മാരെ എൻ്റെ അടുക്കൽ ഇറക്കുവാൻ കഴിയുമല്ലോ എന്ന്. 12 ലഗ്യോനിൽ അധികം വരുന്ന ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് എൻ്റെ അടുക്കൽ ഇറക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സാധാരണഗതിയിൽ പലരും പറയുന്നതായും പ്രസംഗിക്കുന്നതായും ഞാനും കേട്ടിട്ടുണ്ട്. ഒരു ലഗ്യോൻ എന്ന് പറയുന്ന 6000 എന്നാണ്. എന്നാൽ അടുത്ത ഇടയിൽ പഠനാർത്ഥം ഇസ്രയേൽ കടന്നുപോയ സന്ദർഭത്തിൽ അവിടുത്തെ യഹൂദന്മാരുടെ പാരമ്പര്യ യഹൂദന്മാരിൽ ചിലരോട് സംസാരിക്കാനുള്ള സന്ദർഭം ലഭിച്ചപ്പോൾ ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അവരോട് ചോദിച്ചു. പറഞ്ഞു, 1 ലഗ്യോൻ ഈക്വൽ ടു 10,000. അപ്പോൾ ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 10,000 വ്യക്തികളിലെയാണ്, ആ സംഖ്യയാണ് എന്നാണ് അവിടെ പറഞ്ഞത്. വീണ്ടും പറഞ്ഞു,
റോമൻ സൈന്യത്തിൻ്റെ ഒരു കോറിൻ്റെ എണ്ണമാണ് ഒരു ലെഗ്യോൺ. അത് 6000-നും 10,000-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ്. അത് മാക്സിമം 10,000 കുറഞ്ഞാൽ 6,000. 6,000-ൽ താണാൽ ഒരു ലെഗ്യോൻ എന്ന് പറയാറില്ല. അപ്പോൾ കർത്താവ് യേശു പറഞ്ഞതേ, എനിക്ക് സംരക്ഷകന്മാരായി സെക്യൂരിറ്റികളായി വേണമെങ്കിൽ ദൈവത്തോടൊന്ന് ആവശ്യപ്പെട്ടാൽ 12 ലെഗ്യോനിലധികം ദൂതന്മാരെ ഇറക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ലെഗ്യോൻ 10,000 ആകുന്നുവെങ്കിൽ 1,20,000 ദൂതപ്പടകളെ എൻ്റെ ചുറ്റും ഇറക്കുവാൻ കഴിയുമായിരുന്നുവല്ലോ. ദൈവദൂതന്മാരെ കുറിച്ച് അറിവുള്ളതായി അപ്പോസ്തലന്മാർക്ക് തന്നെ ഞെട്ടലോടുകൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഇത് കേൾക്കുവാൻ കഴിഞ്ഞത്. കാരണം അശൂർ പാളയത്തിൽ ഒരിക്കൽ ദൈവജനത്തിന് വിരോധമായി നിന്നതായ സൈന്യവേഗത്തെ സംഹരിക്കുവാൻ ദൈവം ഒരു സേവകാത്മാവിനെ, സാധാരണ ഒരു ദൂതനെ അയച്ചപ്പോൾ ആ ദൂതൻ 1,85,000 വ്യക്തികളെ പ്രകാശ വേഗതയിൽ സംഹരിച്ച കാര്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണയായ ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ തൻ്റെ അധികാരത്തോടും തൻ്റെ ശക്തിയോടും കൂടെ താൻ പ്രതികാരം അല്ലെങ്കിൽ സംഹാരം നടത്തിയാൽ പ്രകാശ വേഗതയിൽ വരികയും പ്രകാശ വേഗതയിൽ സംഹാരം നടത്തുകയും ചെയ്താൽ നിമിഷങ്ങൾക്ക് ഉള്ളിൽ 1,85,000 പേരെ സംഹരിക്കുവാൻ കഴിയും. എന്നാൽ വേദപുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ എണ്ണിയതിൻ്റെ കുറ്റം ഒരു ശിക്ഷയായി കണക്കാക്കിക്കൊണ്ട് ദാവീദിന്റെ കാലഘട്ടത്തിൽ ദൈവം ഒരു ദൂതനെ അയച്ച് സംഹാരകനായി അയച്ചപ്പോൾ 70,000 പേരെ കൊന്ന കാര്യവും വേദപുസ്തകത്തിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദൂതൻ അത്രയും ശക്തിയാണെങ്കിൽ, അത്രയും വലിയവനാണെങ്കിൽ എന്തിനാണ് 12 ലെഗ്യോൻ? ഇവിടെ 2 ദൂതനാണോ, 10 ആണോ, 100 ആണോ, 1000 ആണോ? ഇത്രയും ദൂതന്മാരെ കുറിച്ചുള്ള സംഖ്യ കർത്താവ് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വർഗത്തിൽ അത്രത്തോളം ദൂത സംഘങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ തന്നെ ഒന്ന് വായിച്ചാൽ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനം ആ കഷ്ടതയുടെ മധ്യേ സ്വർഗം തുറന്നു ദിവ്യ ദർശനങ്ങളെ കാണും. 30-ാം ആണ്ടും 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും വരുന്നത് കണ്ടു. ദൈവ സാന്നിധ്യം എപ്പോഴും വസിക്കുന്ന ഇടമാണ് സ്വർഗം. ആ സ്വർഗം സ്ഥാപിച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന് അങ്ങ് വടക്ക് സ്ഥാപിച്ചിരിക്കുന്നു. വടക്കെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ പാർക്കുന്ന നമുക്ക് ഉദയസൂര്യനെ നോക്കിക്കൊണ്ടാണ് അതിന് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും തീരുമാനിക്കുന്നത്. എന്നാൽ ബൈബിൾ വെളിച്ചത്തിൽ വടക്കെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങ് സ്വർഗം, സ്വർഗാദി സ്വർഗം എന്ന് പറയുന്ന ദൈവം ഇരിക്കുന്ന ഇടമാണ്. അങ്ങ് ഉയര് സ്വർഗവും സ്വർഗാദി സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്തെയാണ് വടക്കെന്ന് പറയുന്നത്. ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല, അങ്ങ് വടക്ക് എന്നുള്ള നിലയിൽ ആ ഭാഗം അവിടെ വിട്ടിട്ട് വേദപുസ്തകത്തിൽ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം ദൈവസിംഹാസനത്തെക്കുറിച്ചാണ്. തുടർന്ന് അതിൻ്റെ പല അധ്യായങ്ങളിലും ദൈവിക സാന്നിധ്യത്തെയും ദൈവത്തിൻ്റെ ഇരിപ്പിടത്തെയും സ്വർഗത്തെയും കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 10-ാം അധ്യായം മുഴുവനും സ്വർഗസിംഹാസന ചുറ്റും പല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കെരൂബ് ഗണത്തിൽപ്പെട്ട ദൂതന്മാരെയാണ്. അതിൻ്റെ മഹത്വത്തെ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അവർ ഇസ്രായേലിലെ ദൈവത്തെ കണ്ടു, അഥവാ മോശയും അഹരോനും മറ്റ് പ്രമുഖന്മാരും ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടുവെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വസ്ഥത പോലെയും ആയിരുന്നുവെന്നാണ്. അവ ദൈവസിംഹാസനത്തിന് ചുറ്റും നീലക്കല്ല് പടുത്ത തളം പോലെ, നീലരത്നത്തിൻ്റെ തളം പോലെയും ആകാശത്തിന് സ്വസ്ഥത പോലെയും ആയിരുന്നതായ ഒരു രംഗം എന്ന് പറഞ്ഞാൽ പരിമിതമായ ഒരു ദർശനമാണ് അവിടെ കാണുന്നത്. വടക്കിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന ഇടമായ സ്ഥലമാണ് വടക്കെങ്കിൽ ആ വടക്കിനെ കുറിച്ച് ഇയ്യോബിന് ഒരു ദർശനമുണ്ടായി. ആ
അതൊന്ന് എടുത്തു വായിച്ചാൽ നന്നായിരിക്കും. ഇയ്യോബ് 37:22 ഇയ്യോബ് വല്ലാത്തതായ അഗ്നി പരിശോധനയിൽ കൂടെ കടന്നു പോകുന്നു. ആ പരിശോധനയുടെയും പരീക്ഷയുടെയും നടുവിൽ തൻ്റെ മക്കൾ മുഴുവനും നഷ്ടപ്പെട്ടു, തൻ്റെ സ്വത്തുക്കൾ മുഴുവനും നഷ്ടപ്പെട്ടു, തൻ്റെ ശരീരവും വല്ലാത്ത പരുക്കളാൽ നിറഞ്ഞ് അത് നിമിത്തം ഭാര്യയും തന്നെ ഉപേക്ഷിച്ചതായ വാചകങ്ങളോട് വരുന്നു. ഭാര്യയുടെ ഒരു ശബ്ദം, നീ ഇപ്പോഴും ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് ചത്തുകള എന്നുള്ളതായ വാക്കും പുറത്തേക്ക് വരുന്നു. എന്നാൽ ജീവപര്യന്തം അവസാനത്തോളം ദൈവവിശ്വാസം ഏറ്റവും മുതലാക്കി കണ്ടതായ ഇയ്യോബ്, ഞാനിങ്ങനെ ജീർണിച്ചതായ ശരീരത്തോടുകൂടെ എൻ്റെ ശരീരത്തിലെ മാംസം മുഴുവനും ദ്രവിച്ച് ഒരു ദിവസം ഒന്നുമില്ലായ്മയിൽ ഞാൻ അവസാനിക്കും. എൻ്റെ ഈ ശരീരം ദ്രവത്വത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നു. പക്ഷേ ഒരു നാൾ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ പൊടിമേൽ നിൽക്കുമെന്ന് മലയാളത്തിൽ വായിക്കുന്നു. അത് ഇംഗ്ലീഷിൽ എർത്ത് എന്നുള്ളൊരു വാക്കാണ് പൊടി എന്നുള്ള സ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മൂലഭാഷയുടെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഭൂമിയുടെ മധ്യേ അവൻ രാജാവായി ഭരിക്കുവാൻ വരുമ്പോൾ ഞാൻ ആ വീണ്ടെടുപ്പുകാരനെ കാണും, അന്യനല്ല, എന്നെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണുമെന്ന്. ഇനി ആ വാക്യം വായിക്കാം. ഇയ്യോബ് ഒരു കാഴ്ച കാണുകയാണ്. വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു, ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. അവിടെ ശ്രദ്ധിക്കൂ, അങ്ങ് വടക്ക് നിന്ന് ഈ ഭൂമിയുടെ ഉപരിഭാഗത്തുള്ള ആകാശത്തട്ടുകൾക്കും മേഘമണ്ഡലങ്ങൾക്കും നക്ഷത്രജാലങ്ങൾക്കും അപ്പുറം അങ്ങ് വടക്കെന്ന് പറയുന്ന ജ്യോതിർഗോളങ്ങൾക്കും അപ്പുറമുള്ള വടക്കെന്ന് പറയുന്ന സ്വർഗം വസിക്കുന്ന, സ്വർഗം സ്ഥാപിച്ചിരിക്കുന്നതായ ആ ഇടമാണ് വടക്ക്. അങ്ങ് വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു. സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സാദൃശ്യമുള്ളതായ വെണ്മയോടുകൂടിയ നിത്യനായ ദൈവത്തിന്റെ തേജസ്സിനെ ഇയ്യോബ് കാണുകയാണ്. സിംഹാസനത്തിലിരിക്കുന്നതായ ദൈവത്തിന്റെ തേജസ്സിനെ ഇയ്യോബ് കാണുന്നു, സ്വർണ്ണശോഭ പോലെ കാണുന്നു. അതോട്ട് വായിച്ചത്, ദൈവത്തിന് ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. തേജോമനായ ദൈവത്തെ ഇവിടെ ഇയ്യോബ് കാണുകയാണ്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വടക്ക് നിന്ന് ഒന്നെടുത്ത് വ്യക്തമായി വായിച്ച് സഹായിച്ചാൽ അത് പഠനത്തിന് കുറച്ചുകൂടെ നന്നായിരിക്കും. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ തീ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മാനുഷികമായ പരിമിതപ്പെട്ടതായ ചില വാക്കാണ്. അവിടെ ദൈവിക തേജസ്സിനെയാണ് അത് കാണിക്കുന്നത്. തീയുടെ നടുവിൽ നിന്ന് ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതായത് 10,000 അതിശ്രേഷ്ഠനായ ക്രിസ്തുവിനെ വെണ്മയും ചുവപ്പുമുള്ളവനായി വെളിപ്പെടുത്തിയിരിക്കുന്നതായ ഉത്തമഗീതത്തിൽ പറഞ്ഞ വാക്യം പോലെ തീ പോലെ ചുറ്റോട് ചുറ്റും തേജസ്സുള്ളതായ ആ പ്രഭാവലയത്തിന്റെ നടുവിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നു, അവൻ ശുക്ലസ്വർണം പോലെ ശോഭിക്കുന്ന ഒരു കാഴ്ച. സ്വർണത്തെ ശുദ്ധീകരിക്കുന്നതായ ഒലയിൽ സ്വർണം അത് തിളച്ചുരുകി കുമിളിക്കുന്ന പ്രത്യേകമായ കുമിള പോലെ വരുന്ന ഒരു സമയമുണ്ട്. അതിൽ ചുറ്റോട് ചുറ്റുമുള്ള സകല വസ്തുതകളും പ്രതിബിംബിക്കുന്ന ഒരു സമയം. ആ സമയത്തെയാണ്, ആ കാഴ്ചയാണ് ശുക്ലസ്വർണം എന്ന് പറയുന്നത്. തനിയായ തനിമയുള്ള നല്ല മനോഹരമായ സ്വർണം. സ്വർണ്ണ പ്രകാശം പോലെ ഞാൻ സിംഹാസനത്തിൽ എൻ്റെ കർത്താവിനെ കാണുന്നു വന്ന. അപ്പോൾ വടക്ക് നിന്നും കാണുന്ന കാഴ്ച, അതിൻ്റെ 22, 26, 28 വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കാമോ? 22. ജീവികളുടെ തലയ്ക്ക് മീതെ, അതിന് ചുറ്റും ജീവികൾ എന്ന് പറയുന്നത് കെരൂബുകളുണ്ട്. തലയ്ക്ക് മീതെ ഭയങ്കരമായ പളുങ്ക് പോലെയുള്ള ഒരു വിധാനത്തിന്റെ രൂപമുണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു. 1-ാം അധ്യായം 28-ാം വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം, ദൈവസിംഹാസനത്തിന് ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. മഴവില്ലിന്റെ കാഴ്ച പോലെയാണ് സ്വർഗസിംഹാസനത്തിന് ചുറ്റുമുള്ള ഒരു പ്രകാശവലയം.
ആ പ്രകാശവലയത്തെക്കുറിച്ചാണ് അവിടെയായി വായിച്ചത്. 103 സങ്കീർത്തനം 19-20 വാക്യം നോക്കിയാൽ, യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അങ്ങനെയാണോ? നോക്കിയേ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ സകലത്തെയും ഭരിക്കുന്നതായ രാജ്യത്വത്തെക്കുറിച്ചും നമ്മളവിടെ വായിച്ചു. അപ്പോൾ സ്വർഗം ഉണ്ട്. സ്വർഗം ആര് സ്ഥാപിച്ചു, എവിടെ സ്ഥാപിച്ചു, അവയെക്കുറിച്ച് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗങ്ങൾ എത്രയുണ്ട്? സ്വർഗങ്ങൾ അനവധിയാണ്. അതിന് വളരെ അത്യാവശ്യമായി വാക്യങ്ങൾ നോക്കിയാൽ, മത്തായി സുവിശേഷം 5-34-35 വാക്യങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവുമാണെന്ന്. പിതാവ് വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗം എവിടെയാണ്? സ്വർഗാദി സ്വർഗത്തില്ല, സ്വർഗങ്ങൾക്ക് മീതെയുള്ള സ്വർഗത്തില്ല. സ്വർഗങ്ങൾ അനവധി. ആവർത്തന പുസ്തകം 10-14 വാക്യം, ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാകുന്നു. അവിടെ നമുക്ക് എടുക്കേണ്ടതായ വാക്ക് ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും എന്നാണ്. സ്വർഗങ്ങൾക്ക് മീതെ സ്വർഗങ്ങൾ, അപ്പോൾ സ്വർഗാദി സ്വർഗം, അവയ്ക്ക് മീതെ സ്വർഗം. നെഹമ്യാവ് 9-6 വാക്യം ആദ്യം വായിച്ചു, നീ സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ ക്രമം. അവിടെ വെളിപ്പെടുത്തുന്നതായ വാക്യം, നീ സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും സൃഷ്ടിച്ചു, സ്വർഗങ്ങൾക്ക് മീതെ സ്വർഗത്തെ സൃഷ്ടിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം അതിന് 36-ാം വാക്യം, ദൈവം യഥാർത്ഥമായി സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുകയില്ലല്ലോ. അവിടെ നമുക്ക് അർത്ഥവത്തായി ചിന്തിക്കേണ്ടതായ വാക്കുകൾ, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും. 148-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം, സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും എന്ന് തുടങ്ങുന്നതായ ആ ഭാഗത്തിൽ സ്വർഗാദി സ്വർഗം എന്നുള്ളതായ പദം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-10 വാക്യം, ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി നിൽക്കുകയും ഭൂമിയിലെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി അവിടെ പഴയ വിശുദ്ധന്മാരായി യാഗം കഴിച്ച് നിയമം ചെയ്തവരായിരുന്നായ ഭക്തന്മാരെയും പിടിച്ച് ഉയരങ്ങളിൽ സ്വർഗാദി സ്വർഗത്തിൽ കയറിയവൻ എന്നാണ് വായിച്ചത്. സൃഷ്ടികർത്താവായിരുന്നവൻ മനുഷ്യാവതാരം എടുത്ത് വന്നുവെങ്കിലും തൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് അവിടെ പറയും, സ്വർഗാദി സ്വർഗത്തിന് മീതെ അവൻ കയറി. അപ്പോൾ സ്വർഗങ്ങൾ അനവധിയാണ് എന്നതാണ് നമ്മൾ അവിടെ നിന്ന് വായിച്ചത്. ഇനി ഈ സ്വർഗങ്ങൾക്ക് ചുറ്റുമുള്ളതായ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ദൈവത്തിന് ചുറ്റും, ദൈവസിംഹാസന ചുറ്റും 10,000 ലക്ഷോപലക്ഷമായി ദൂതഗണങ്ങൾ അണിയണിയായിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ഈ ദൂതന്മാരുണ്ടായിരിക്കുമ്പോൾ തന്നെ അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും അവിടെയുണ്ട്. ഉദാഹരണമായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെടുവാൻ സമയമായപ്പോൾ ശക്തമായ ചുഴലിക്കാറ്റോടുകൂടെ ഒരു അഗ്നിമയമായ രഥം ഇറങ്ങി വരികയും ആ രഥത്തിൽ ഏലിയാവിനെ കയറ്റി സ്വർഗത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു. അപ്പോൾ സ്വർഗത്തിൽ അഗ്നിമയമായ രഥങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ തൃപ്തിയടയേണ്ട കാര്യമില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ഏലിയാവിൻ്റെ ശിഷ്യനായ എലീശയുടെ ആ പ്രവർത്തന ക്യാമ്പസിന് ചുറ്റും ശത്രു സൈന്യം വളഞ്ഞപ്പോൾ എലീശയുടെ ശിഷ്യന്മാർ അത് കണ്ട് വാവിട്ട് നിലവിളിക്കുന്നു. ആ നിലവിളിയുടെ മറുപടിയായി ഒരു ശിഷ്യന്റെ നിലവിളി അവിടെ പറഞ്ഞിട്ടുള്ളൂ. എലീശ എന്തു ചെയ്തു? ഒരു ലഘുവായ പ്രാർത്ഥനയുടെ മറുപടിയായി തന്റെ ശിഷ്യന്റെ കണ്ണുകൾ തുറക്കുകയും ദൈവം അവർക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളെ ഇറക്കി വെളിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ്
തുറക്കേണമേ. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു. എവിടെ നിന്ന് വന്നതാ? അത്യുന്ന സ്വർഗത്തിൽ നിന്നും ദൈവം എലീശയുടെയും എലീശയുടെ ശിഷ്യന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ ചുറ്റും നിറച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ സേവകാത്മാവായ ഒരു ദൂതൻ ഇറങ്ങി വന്ന് സംരക്ഷണത്തിന് വേണ്ടി സംഹാരം നടത്തിയാൽ 1,85,000 പേരെ ഒരു നിമിഷം കൊണ്ട് പ്രകാശ വേഗതയിൽ സംഹരിക്കുവാൻ കഴിയുമെങ്കിൽ അതിനേക്കാളും വലിയ ശക്തി ദുർഗങ്ങളായിരിക്കുന്ന സ്വർഗത്തിലെ അഗ്നിമയമായ രഥങ്ങളും ആ രഥം വലിച്ചുകൊണ്ടുപോകുന്ന അഗ്നിമയമായ കുതിരകൾ, അഗ്നിമയമായ ദൂതന്മാരുണ്ട്. അതിന്റെ ശക്തി എത്രത്തോളം വലുതാണ്! ഇവിടെ ഒരു പ്രത്യേകമായ സംഹാരം നടത്തുവാനായി ഇറങ്ങി വന്നതുപോലെ ആകുന്നുവെങ്കിലും അവിടെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ ആഘോഷിക്കുന്ന ഒരു ദിവസം എല്ലാ വർഷവുമുണ്ട്. പല രാജ്യങ്ങൾക്കും ആ രാജ്യത്തിൻ്റെ പ്രത്യേകമായ നാളുകളിൽ ആ രാജ്യത്തിൻ്റെ ചില മഹത്വം വെളിപ്പെടുത്തുന്നതായ ചില ചടങ്ങുകളുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ഇന്ത്യയുടെ ആർമി, എയർഫോഴ്സ്, നേവി വിഭാഗത്തിൽപ്പെട്ടതായ പല പരേഡുകൾ ഇവിടെ ഉണ്ടായിരിക്കും. കവചിത വാഹനങ്ങൾ ആമ പോകുന്ന പോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ എഴഞ്ഞു പോകുന്നത് കാണാം, ദീനം പിടിച്ച കോഴി പോകുന്നത് പോലെ. പക്ഷെ സംഭവം അത് മെല്ലെ റോഡ് ഇങ്ങനെ ഉരുണ്ടു പോകുന്നുവെങ്കിലും അതിന് ശക്തി വെളിപ്പെടുത്താതെ ഇത് ഉണ്ടെന്നറിയിച്ചു പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളെ സംഹരിക്കത്തക്കമുള്ള ശക്തി ആ മെഷീന് കാണും എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ഇത് ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശക്തിയോടെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇത് മാത്രമല്ല, സ്വർഗത്തിലെ രഥങ്ങൾ എത്രയാണ്? 1 ആണോ 2 ആണോ 10 ആണോ? പണ്ട് ഈ ഭൂമിയിൽ ദശരഥ മഹാരാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ രാജാവിന്റെ പ്രത്യേകത തനിക്ക് 10 രഥമുണ്ടെന്ന അതിന്റെ മഹത്വം. എന്നാൽ ദൈവത്തിന്റെ രഥങ്ങൾ 10 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 അല്ല. അവയെക്കുറിച്ച് 68-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സ്വർഗസിംഹാസന ചുറ്റുമുള്ള രഥങ്ങൾ 1000,000-ഉം കോടികോടിയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1000,000-ആയി സംഘമായി സ്വർഗസിംഹാസന ചുറ്റും അണിചേർന്ന് നിൽക്കുന്ന ഒരു സംഘം. കോടി എന്ന് പറയത്തക്കോണം 1000-ത്തെ 1000 കൊണ്ട് ഗുണിച്ചു കിട്ടുന്ന ഗുണബലത്തോടെ കോടി കൊണ്ട് ഗുണിച്ചു കിട്ടുന്ന ഗുണബലം സങ്കല്പിച്ച് നോക്കിയാൽ അതിന്റെ എണ്ണം എത്ര വലുതായിരിക്കും? അത്ര വലിയ ദൂതഗണങ്ങൾ, രഥങ്ങൾ സിംഹാസനത്തിന് ചുറ്റുമുണ്ട്. അത് യെഹെസ്കേൽ 28-ാം അധ്യായത്തിലും ആ വിഷയം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടികളിൽപ്പെട്ട ദൂതന്മാർ ദൈവിക ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവരുടെ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്ന ലിസ്റ്റിൽ അവർ വരുന്നുണ്ട്. അവിടെ സൃഷ്ടിച്ചതായ ആ ദൂതന്മാരിൽ ഒരു ദൂതനെ കുറിച്ച് എടുത്തു പറയുന്നു. 28-ന്റെ 12-ാം വാക്യം മുതൽ താഴോട്ട്, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ, നീ ദൈവത്തിന് തോട്ടമായ ഏദനിലായിരുന്നു. അതായത് ദൈവം ആദിയിൽ സൃഷ്ടിച്ചതായ ഭൂമി ദൈവത്തിന് തോട്ടമെന്ന് വിശേഷിപ്പിക്കുന്ന ഏദൻ പോലെ ആയിരുന്നു. ദൈവികമായ പൂർണ്ണതയുടെ അനുഭവമുള്ളതായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ആ ദൂതനെ മൂടിയിരുന്ന നില ഈ രത്നക്കല്ലുകൾ കൊണ്ടായിരുന്നുവെന്ന് നമ്മളിവിടെ വായിക്കുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. പൊന്നുകൊണ്ടുള്ളതായ അസ്ഥികുടമോ മുത്തുകളാൽ അലങ്കൃതമായിട്ടുള്ള ഡിസൈനോടിയ ശരീരമോ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ല. ഒരു സൃഷ്ടികൾക്കും അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ സ്വർഗസിംഹാസന ചുറ്റും ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരിൽ ശ്രേഷ്ഠനായ ഒരു ദൂതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സകലവിധമായ രത്നങ്ങൾ കൊണ്ടും പൊന്നുകൊണ്ടും ഇവനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. 14-ാം വാക്യം, നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. കെരൂബ് ഗണത്തിൽപ്പെട്ട ശക്തനായ മാലാഖയാണ്.
അടുത്ത് വായിക്കുന്നത്, നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. വിശുദ്ധ ദേവപർവ്വതം എന്ന് ഉദ്ദേശിക്കുന്നത് ദൂത സമൂഹങ്ങളുടെ, ദൂത സൈന്യങ്ങളുടെ മുകളിൽ അധികാരജ്ഞനായി ദൈവം നിർത്തിയിരുന്നു. വീണ്ടും നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. സ്വർഗസിംഹാസനത്തിന് ചുറ്റും ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടികളും ആയിരിക്കുന്നുവെന്ന് സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ഇവിടെ യെഹെസ്കേൽ പ്രവാചകന് വെളിപ്പെട്ടതായ ആ വെളിപ്പാട് പറയുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അഗ്നിമയ രഥങ്ങൾ 1000 കോടി കോടിയുമാണ്. അതിന്റെ മധ്യേ സഞ്ചരിക്കുന്നതായ തേജസ്സിന്റെ ഒരു കാഴ്ചയാണ് ഈ പറയുന്നതായ ദൂതനുള്ളത്. വീണ്ടും താഴോട്ട് വായിക്കുന്നു, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പ് നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന് പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിന്റെ നടുവിൽ നിന്നും തള്ളിക്കളഞ്ഞ കാര്യം പറയുന്നു. മറയ്ക്കുന്ന ഗരുവേ, ഞാൻ നിന്നെ അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. ഈ ആവർത്തന വാക്കുകളിലും വാക്യങ്ങളിലും കൂടെ എടുക്കുന്ന അർത്ഥമെന്ന് പറയുന്നത്, അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചിരുന്ന സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർഭിച്ചും പ്രഭ നിമിത്തം ജ്ഞാനത്തെ വഷളാക്കിയും പോന്ന ലൂസിഫറിന്റെ ആദ്യകാലത്തെ കുറിച്ചാണ്. ഇത്രയും മഹത്വവും പലവിധമായ കാര്യങ്ങളും എടുത്തു പറയത്തക്കവണ്ണമുള്ള സവിശേഷത ഒരു ദൂതനുണ്ടായിരുന്നുവെങ്കിൽ ആ ദൂതൻ സഞ്ചരിച്ചത് വിശുദ്ധ ദൂതന്മാരുടെയും അഗ്നിമയമായ രഥങ്ങളുടെയും മധ്യേ ആയിരുന്നു എന്നൊക്കെ വായിക്കുമ്പോൾ സ്വർഗം ശൂന്യമായി കിടക്കുന്ന ഒന്നല്ല. ഈ മുഴു പ്രപഞ്ചത്തെ ഉളവാക്കിയവനായ, ഈ മിൽക്കി വേയെ ഉളവാക്കിയവനായ, ഈ സൗരയൂഥങ്ങളെ 1000 സൗരയൂഥങ്ങളെ സൃഷ്ടിച്ചവനായ, ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം ഇവയ്ക്ക് മീതെ സ്വർഗത്തിന് മീതെ സ്വർഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അതിന് മീതെ സിംഹാസനം സ്ഥാപിച്ച് വാണരുളുമ്പോൾ അവന്റെ ചുറ്റും സെക്യൂരിറ്റി മാലാഖ കണക്കെ അണിയണിയായി നിൽക്കുന്ന ദൂതപ്പടകളെ എത്ര മനോഹരമായി വിവരിച്ചിരിക്കുന്നു. ആ സൃഷ്ടിപ്പിൽ തന്നെ അതിന് ചുറ്റും ചില സവിശേഷതകൾ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ ദൂത ഗണങ്ങളിൽ ചില പേരുകളാൽ വെളിപ്പെടുത്തിയിട്ടുള്ള ദൂതന്മാരുണ്ട്. മീഖായേൽ ഇസ്രായേലിന്റെ സൂക്ഷിപ്പുകാരനെന്നും സർവ്വ സൈന്യാധിപൻ എന്നും ആണ് ഈ മീഖായേൽ പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ 12:1, 10:20-21, വെളിപ്പാട് പുസ്തകം 12:7, ഇവിടെയെല്ലാം ഈ ദൂതനെ പ്രഭുവെന്നും മഹാപ്രഭുവെന്നും ദൈവത്തിന്റെ പ്രഭുവെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. മീഖായേലിനോട് സാദൃശ്യമുള്ള ദൂതന്മാർ പലരുണ്ട്. അടുത്ത് ഗബ്രിയേൽ ദൂതനെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ വീരപുരുഷൻ. ദാനിയേൽ 9:21 ഗബ്രിയേൽ എന്ന പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ 10:5-6 വാക്യങ്ങളിൽ ഗബ്രിയേലിന്റെ ആളത്വത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ഒരു ദൂതനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വർഗത്തിലെ ദൂതനെ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങുമെന്ന് എന്നോട് സംസാരിച്ചുവെന്ന് ചിലർ പറയാറുണ്ടല്ലോ. ആ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങുമെന്ന് സംസാരിച്ചുവോ? സ്വർഗത്തിലെ ദൂതനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? സ്വർഗത്തിലെ ദൂതനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താ വെളിപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ? അനന്തരം വലിയ അധികാരമുള്ള ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അവന്റെ ജ്വാലയാൽ, അവന്റെ പ്രഭാവലയത്തിൽ ഭൂമി പ്രകാശിച്ചുവെന്ന കുറ്റാക്കുറ്റി ഇരുട്ടുള്ള അർദ്ധരാത്രിയിൽ സ്വർഗത്തിലെ ശക്തനായ ഒരു ദൂതൻ വെളിപ്പെട്ടാൽ ആ ദൂതനിലുള്ളതായ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഭൂമി പ്രകാശിച്ചു. കത്തോലിക്കയുടെ POC ബൈബിൾ എഴുതിയിരിക്കുന്നു, ഭൂമി പ്രജ്വലിച്ചുവെന്നാണ്. അത്രത്തോളം തേജസ് ഒരു ദൂതനിലുണ്ട്. ഒരു ദൂതനെ കണ്ടാൽ എങ്ങനെയിരിക്കും? അവൻ ദൈവികമായ തേജസ്സോടുകൂടെയാണ് വെളിപ്പെടുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? അതിൻ്റെ ആളത്വം പലപ്പോഴായി ദൈവഭക്തന്മാർക്ക് വെളിപ്പെട്ടതായ ഗബ്രിയേൽ ദൂതനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. 10-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം ഒന്നെടുക്കൂ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം. തല പൊക്കി നോക്കി,
ശണവസ്ത്രം ധരിച്ചും അർത്ഥാൽ തേജസ്സിന്റെ അങ്കി ഉടുത്തുമെന്ന അർത്ഥം. ഇവിടെ ശണവസ്ത്രം എന്ന് എഴുതിയിരിക്കുന്നു. തേജസ്സിന്റെ അങ്കി ഉടുത്തും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ചകെട്ടിയും. യേശു ക്രിസ്തു അവൻ തേജസ്സിന്റെ പുത്രനായി തേജസ്കരം പ്രാപിച്ചതായ കർത്താവായി വെളിപ്പെടുമ്പോൾ അവൻ തേജസ്സിന്റെ അങ്കി നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിയിട്ടുണ്ട്. അധികാരത്തിൽ എല്ലാറ്റിനെയും ഉടയവൻ എന്നുള്ള രാജ്യത്വത്തെ കാണിക്കുന്ന, പ്രഭുത്വത്തെ കാണിക്കുന്ന, മഹാനെ കാണിക്കുന്ന ഒന്നാണ് ഈ മാറിൽ പൊൻകച്ച കെട്ടുന്നത്. ഈ ദൂതൻ എവിടെ കച്ച കെട്ടിയിരിക്കുന്നത്? അരയിലാണ്. അരയിൽ കച്ച കെട്ടുന്നത് ദാസത്വത്തെ കാണിക്കുന്നു. മാറത്ത് പൊൻകച്ച കെട്ടിയവന്റെ അധികാരത്തോടുകൂടിയ കൽപ്പന ഏറ്റ് ദാസന്മാരായി പ്രവർത്തിക്കുന്നവരാണ് ദൂതന്മാർ. അരയിൽ കച്ച കെട്ടിയിട്ടുണ്ട്. അടുത്ത വാക്ക്, കച്ച കെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും. അവന്റെ ദേഹം, ദൂതന്റെ ദേഹം ഗോമേതകം പോലെ. ഗോമേതകം എന്ന് പറഞ്ഞാൽ അവിടെ ശുക്ല സ്വർണത്തിന്റെ കളർ പോലെ എന്നാണ്. സ്വർണ്ണശോഭ പോലെയുള്ള ശരീരമാണ് ദൂതന്റെ. മുഖം മിന്നൽ പ്രകാശം പോലെയും. ആ ദൂതന്റെ മുഖം മിന്നൽ പ്രകാശം പോലെ ഇരിക്കുന്നുവെന്നാണ്. പിന്നെ കണ്ണ് തീപ്പന്തം പോലെയും. ഇത് ക്രിസ്തുവിന്റെ തേജോമയമായ ഒരു വർണ്ണന ശരീരത്തെ കുറിച്ച് പറയുന്നതിനോട് ഏകദേശം ഒത്തുവരികയും ചെയ്യുന്നു. എന്നാൽ ഇത് ക്രിസ്തുവല്ല, ഇത് ക്രിസ്തുവല്ലാതെ മറ്റാരുമല്ല എന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് ക്രിസ്തുവല്ല, ഇത് സാക്ഷാൽ ഒരു ദൂതനാണ്. വായിക്കൂ. തീപ്പന്തം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും. പറയുമ്പോൾ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയാ. എന്നാൽ ഇവിടെ ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും. എങ്ങനെ? ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ. താമ്രത്തിന്റെ വർണ്ണം പോലെ. യേശുവിന്റെ കാലിനെ കുറിച്ച് എന്താ നേരത്തെ നമ്മൾ പഠിച്ചത്? അവന്റെ കാൽ തീയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ന്യായവിധിയിൽ കൂടെ കടന്നുപോയതായ ബലവത്തായ ഒരു കാല്. ആ കാലിനോട് തുല്യമായി ദൂതനെ കുറിച്ച് പറഞ്ഞു, കാലുകളും കൈകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ. അവന്റെ വാക്കുകളുടെ ശബ്ദം, ആ ദൂതന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമാണ്. ഈ പഠനത്തിന്റെ ആദ്യ സമയങ്ങൾ തുടർച്ചയായി ചിലപ്പോൾ ആവർത്തിച്ച ഒരു വാക്കുകൊണ്ട് സ്വർഗീയ മാലാഖമാർക്ക് അഥവാ ദൂതന്മാർക്ക് പ്രതിധ്വനിക്കുന്നതായ ഇടിനാദം പോലുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും. ഇവിടെ ഇതാ ദൂതൻ സംസാരിച്ചപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു. അടുത്ത വാക്കുകൂടെ വായിക്കാം. ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും. ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. പിന്നെ ദാനിയേൽ എന്ന ഞാൻ ഈ ഗബ്രിയേൽ ദൂതനെ കണ്ടു. ഒരു ദൂതന്റെ മുഖശോഭ എന്ന് പറയുന്നത് ഇവിടെ വായിച്ചപ്പോൾ മനസ്സിലായോ? മിന്നൽ പോലെ പ്രകാശിക്കുന്ന മുഖം, തീപ്പന്തം പോലത്തെ കണ്ണ്, തീയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായ ക്രിസ്തുവിന് കാലിനോട് സദൃശ്യമായ കാലുകൾ, ശുക്ല സ്വർണത്തിൽ നിന്നും പ്രഭ പുറത്തേക്ക് വരുന്നത് പോലതായ പ്രകാശത്തിന്റെ ശരീരം. അവന് ശബ്ദം പെരുവെള്ളത്തിന്റെ, ഒരു വലിയ പുരുഷാരത്തിന്റെ ശബ്ദം പോലെയുള്ള ശബ്ദം. ഇങ്ങനെയുള്ള ശബ്ദത്തോടു കൂടിയ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടാൽ ആ സ്വർഗീയന്റെ പ്രത്യക്ഷതയെങ്കിൽ ഈ ഭൗമ ലോകത്തിലിരിക്കുന്ന മനുഷ്യൻ ഇത് കാണുവാൻ കൽപ്പില്ലാതെ മരിച്ചു പോകും. ദാനിയേൽ ബലം ക്ഷയിച്ച് അവിടെ താഴെ വീഴുന്നു. ദൂതന്റെ ശബ്ദം കേൾക്കാമെങ്കിലും ബലം ക്ഷയിച്ചവനെ ദൂതൻ കൈവച്ച് അനുഗ്രഹിച്ച് അവരെ ബലപ്പെടുത്തുന്നു. ദാനിയേലെ ബലപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ കാലും കയ്യും നിലത്തൂന്നി അവൻ വിറയലോടുകൂടെ നിൽക്കുന്നു. ഒരു സ്വർഗീയന്റെ പ്രത്യക്ഷതയിൽ ഒരു ദൂതനെ കാണുവാൻ നമുക്ക് കഴിവില്ല എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ദൂതനെ കണ്ടുവെന്ന് പറഞ്ഞാൽ എന്താണ്? ദൂതനെ കുറിച്ചുള്ള ഒരു സൂചനയുടെ നേരിയ വെളിപ്പാടുകളാകാം. ഒറിജിനൽ ദൂതനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗബ്രിയേലിനെ കുറിച്ചുള്ള കാര്യം അങ്ങനെ ചിന്തിക്കുമ്പോൾ ലൂക്കോസ് 1:19 വാക്യത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നുവെന്നും 2:9-13 വാക്യങ്ങൾ വായിച്ചാൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം കാണുവാൻ കഴിയുന്നു. റബി മത സാഹിത്യത്തിൽ 5-ാം നൂറ്റാണ്ടിൽ തൽമൂദിലുമൊക്കെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായ ദൂതന്മാരുടെ ലിസ്റ്റിൽ 7 വിധ ദൂതന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിനകത്ത് കാണുന്നത് മീഖായേൽ, ഗബ്രിയേൽ, ഊരിയേൽ, റഫായേൽ, രഘുയേൽ, സരിയേൽ, റമിയേൽ എന്നീ 7 വിധ ദൂതപ്രഭുക്കന്മാരെ കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 7 വീതമുള്ളതായ ദൂതന്മാർ ന്യായവിധി നടത്തുവാനായി അധികാരത്തോടുകൂടെ വരുന്ന പല ലിസ്റ്റുകൾ കാണുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ആകപ്പാട് ഗബ്രിയേൽ നിന്നും മീഖായേൽ എന്നും പറയുന്നതല്ല, ധാരാളമാണ്. അതെങ്ങനെ ഇരിക്കുമ്പോൾ
വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-6 വാക്യങ്ങളിൽ ന്യായവിധിയുടെ 7 കാഹളവുമായി നിൽക്കുന്ന ദൂതന്മാരെ കുറിച്ച് വായിച്ചതുപോലെ 15-ന്റെ 6, 17-ന്റെ 1, 10-ന്റെ 1, 18-ന്റെ 1 ഇവിടെയെല്ലാം നോക്കുമ്പോൾ വ്യത്യസ്ത അധികാരത്തോടുകൂടെ പല ദൂതന്മാർ ഇറങ്ങി വന്ന് ന്യായവിധി നടത്തുന്നതിനെ കുറിച്ച് വായിക്കുന്നു. 7-ാം അധ്യായത്തിന് 1-ാം വാക്യം, 16-ന് 3, 8-ന് 3 ഇവിടെയൊക്കെ ജലാധിപതിയായ ദൂതൻ എന്ന് പറയുന്ന ജലത്തിന് മേൽ, സമുദ്രത്തിന് മേൽ അധികാരമുള്ള ദൂതനെ കുറിച്ച് വായിക്കുന്നു. അപ്പോൾ ഓരോന്നിനു മേൽ പ്രത്യേകം ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ദൂതന്മാരെ കൂടാതെ കെരൂബ് ഗണത്തിൽപ്പെട്ട ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ശക്തിയേറിയ ദൂതന്മാർ, 4 ചിറകുള്ള ദൂതന്മാരെ കുറിച്ച്, കെരൂബുകളെ കുറിച്ച് യെഹെസ്കേൽ പ്രവചനം 1-10 അധ്യായങ്ങൾ വായിക്കുന്നു. 6 ചിറകുള്ള കെരൂബുകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ വായിക്കുന്നു. അങ്ങനെ 22 പ്രാവശ്യം യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കെരൂബുകളെ കുറിച്ചുള്ളതായ പഠനം നമുക്ക് കാണുവാൻ കഴിയുന്നു. സാറാഫ് വേറൊരു ഗണത്തിൽപ്പെട്ടവരാണ്. സാറാഫ് ജ്വലിക്കുന്നവർ, ആരാധകർ, 6 ചിറകുണ്ട്. യെശയ്യാ പ്രകാരം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് നമ്മൾ ആദ്യമായി ഇപ്രകാരമുള്ളതായ ആരാധനാ ദൂതന്മാരിൽ സാറാഫുകളെ കുറിച്ച് വായിക്കുന്നത്. അവ ദൈവസിംഹാസനത്തിന് ചുറ്റും 6 ചിറകുള്ളവരായി 2 കൊണ്ട് പറക്കുന്നു, 2 കൊണ്ട് മുഖവും ശരീരവും മൂടുന്നു. ആ ദൂതന്മാർ അത്യുന്നതനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ളതായ വിശേഷണത്തോടുകൂടെ പറന്ന് ആരാധിക്കുന്നു. അത് തന്നെ ലൂക്കോസ് വിശേഷം 2-13 വായിക്കുന്നു. പിന്നെ വേറൊരു കൂട്ടമുണ്ട്, സേവകാത്മാക്കൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-14 വാക്യത്തിൽ അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനിരിക്കുന്ന നമ്മുടെ സേവകാത്മാക്കൾ അല്ലയോ എന്ന് വായിക്കുന്നു. അവർ എത്ര ശക്തന്മാരായാലും ഈ ഭൂമിയിലെ ബലഹീനരായ മനുഷ്യരായ നമ്മൾ, മണ്ണിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ, വിണ്ണിൻ്റെ മക്കളാകുവാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്ന നമ്മൾ സ്വർഗത്തിൽ എത്തുവോളം നമ്മുടെ സേവകന്മാരായി, നമ്മുടെ സഹായകന്മാരാണ് എന്ന് അവിടെ വായിക്കുന്നു. അതിൻ്റെ തന്നെ വെളിപ്പാട് പുസ്തകം 19-10 വാക്യവും 22-8, 9, മത്തായി 18-11 വാക്യങ്ങളിലൊക്കെയും അത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. സേവകാത്മാക്കൾ എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് ഒരു ഭക്തൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യം ഇപ്രകാരമാണ്. 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ റോഡിൽ നടന്നുപോയ പിതാവിനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ ആംഗ്യം കാണിച്ച് ടാറ്റ പറയുന്നതായ കുഞ്ഞിനെ കണ്ട് പിതാവ് നോക്കി അതിന് പ്രതികരിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് 10-ാം നിലയിൽ താഴത്തെ സിമന്റ് തറയിലേക്ക് വന്ന് വീണ് പൊട്ടി തകർന്നു പോകുന്നതായ ആ കുഞ്ഞിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. എന്നോട് വീഴുന്നില്ല, തറയിൽ എത്താറായി. ആ ഓമനപുത്രിയുടെ മരണം കാണണ്ട എന്ന് കണ്ണുമടച്ച് കാതും പൊത്തി കുത്തിയിരുന്ന് വാവിട്ട് നിലവിളിക്കുമ്പോൾ നടന്നു വരുന്നതായ സുഹൃത്തുക്കൾ ചോദിക്കുന്നു, നീ എന്തിനു കരയുന്നു? മറുപടി, എൻ്റെ മകൾ 10-ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇതാ വീണ്, എനിക്ക് അവളെ ഇനി കാണുവാൻ കഴിയില്ല, അവൾ നഷ്ടപ്പെട്ടു. അപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നു, ഇല്ല, നിന്റെ മകൾ നിന്റെ അടുക്കിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു, ഇതാ വരുന്നു അവൾ. വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഈ മകൾ തുള്ളിച്ചാടി അടുത്തേക്ക് വരികയാണ്. മകളെ, എന്താണ് ഞാൻ കാണുന്നത്? എന്താണിത് കാണുന്നത്? ഞാൻ സ്വപ്നം കാണുന്നു ചോദിച്ചപ്പോൾ, ഡാഡി, ഞാൻ 10-ാമത്തെ നിലയിൽ നിന്നും നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുമ്പോൾ നിലത്ത് വീഴുന്നതിന് മുമ്പേ മിന്നൽ പോലെ പ്രകാശമുള്ള ഒരു അങ്കിൾ വന്ന് എന്നെ കരത്തിൽ താങ്ങിയെന്നാണ് മറുപടി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അദൃശ്യ ദൂതന്മാരാലുള്ള സഹായം ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നു. ഒരിക്കൽ ഒരു റോഡ് ക്രോസ് ചെയ്ത് റോഡിന്റെ മറുവശത്തുള്ള സ്കൂളിൽ പോകുവാൻ വേണ്ടി ഒരു ബാലകൻ ബാഗുമായി പോകുമ്പോൾ അശ്രദ്ധ നിമിത്തം റോഡ് ക്രോസ് ചെയ്യുന്നു. അതിവേഗത്തിൽ പാഞ്ഞു വന്ന ഒരു കാർ ഇടിച്ചു വീഴ്ത്തി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്നതായ ആ സ്കൂളിൻ്റെ വാർഡൻ നോക്കി നിൽക്കുമ്പോൾ ഈ കാറിൻ്റെ പിൻഭാഗത്തു നിന്നും ഈ ബാലൻ പുറത്തേക്ക് വരുന്നു. സ്കൂളിനോട് അടുക്കാറായപ്പോൾ ചോദിക്കുന്നു, കുട്ടി, ഞാൻ എന്താ കണ്ടത്? എന്താ സംഭവിച്ചത്? മാഡം, എൻ്റെ അശ്രദ്ധ നിമിത്തം ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ആ കാർ വന്ന് എന്നെ ഇടിച്ചു. പക്ഷേ കാറിൻ്റെ ഇടിയേൽക്കുന്നതിന് മുമ്പ് മിന്നൽ പ്രകാശത്തോടു കൂടിയ ശുഭ്രവസ്ത്രത്തോടു കൂടിയ 2 അങ്കിൾമാർ വന്ന് കാറിൻ്റെ വീലിനെ ഉയർത്തിപ്പിടിച്ചിരുന്നതാണ്. ആ കുട്ടി കണ്ട കാഴ്ച എങ്ങനെയാണ്? നാമും നമുക്കുള്ളവരും നമ്മുടെ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയി വരുമ്പോഴും നമ്മുടെ ജീവിതയാത്രയുടെ ഏത് മേഖലകളിലും നമ്മുടെ വിദഗ്ധമായിട്ടുള്ള അറിവ് കൊണ്ടോ പരിചയം കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുന്നത്. നമ്മൾ കാർ ഓടിക്കുമ്പോൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാറ്റിൽ നിന്നും സുരക്ഷിതരായിരിക്കേണ്ട കാരണം
നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സേവകാത്മാക്കളാകുന്ന സ്വർഗത്തിലെ ദൂതന്മാർ, മാലാഖമാർ ഇറങ്ങി വന്ന് അതാത് സമയത്ത് അദൃശ്യ ദൂതന്മാർ നമുക്ക് സംരക്ഷണം നൽകുന്നത് കൊണ്ടാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത്. അതെ, നമ്മുടെ ആയുസിന്റെ പരിധി എത്രയാണോ, ആയുസിന്റെ അവസാന നിമിഷം എത്രത്തോളമാണോ, അതുവരെയും സേവകാത്മാക്കൾ നമുക്ക് എപ്പോഴും സഹായത്തിനായി ഉണ്ടായിരിക്കും. ഈ സേവകാത്മാക്കൾ മരണശേഷവും ഭക്തന്മാരുടെ മരണത്തിങ്കൽ അവിടെ ആത്മാക്കളെ സ്വർഗത്തിൽ എത്തിക്കുന്നതായ ഒരു ഡ്യൂട്ടിയും കൂടെ അവർക്കുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗം ലാസറിന്റെ മരണശേഷം ലാസറിന്റെ സേവകന്മാരായ ദൂതന്മാർ തന്റെ ആത്മാവിനെ പരദീസയിൽ കൊണ്ടുപോയ വിഷയം അവിടെ വായിക്കുന്നു. സങ്കീർത്തനം 34:7 യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന കാര്യവും വായിക്കുന്നു. അവരുടെ വേഗത, ദൂതന്മാരുടെ വേഗത മിന്നൽ പോലെയാണ്. യെഹെസ്കേൽ 1:14 അവർ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നിക്കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. അവർ അവിടെ വേഗത മിന്നൽ പ്രകാശം പോലെ. അത് തന്നെ വെളിപ്പാട് 18:1 മിന്നൽ പ്രകാശത്തിനൊത്തവണ്ണം പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:7 മത്തായി 28:2-4 വരെയുള്ള വാക്യങ്ങളിലും അവരുടെ വേഗതയെക്കുറിച്ച് വായിക്കുവാൻ കഴിയുന്നു. അവിടെ ശക്തി. 2 രാജാക്കന്മാരുടെ പുസ്തകം 19:35 അശൂർ പാളയത്തിലെ സംഭവം തൊട്ടു മുന്നാല് വിവരിച്ചതാണ്. 1 ദിനവൃത്താന്തം 21:14 നാശകദൂതൻ 70,000 പേരെ സംഹരിച്ചതായ ആ വിഷയത്തെ നേരത്തെ പറഞ്ഞു. അതവരുടെ ശക്തിയെ വെളിപ്പെടുത്തുന്ന കാര്യം. ശബ്ദം, അവരുടെ ശബ്ദം ഇടിനാദം പോലെയാണ്. യോഹന്നാൻ സുവിശേഷം 12:29 അവരുടെ നാദം ഇടിനാദം പോലെ ആയിരുന്നു എന്ന് വായിക്കുന്നു. എല്ലാ മഹത്വവും ക്രിസ്തുവിന് അർപ്പിച്ചുകൊണ്ട് ഈ സ്വർഗീയമായ സിംഹാസനത്തിന് ചുറ്റുമുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ സ്വർഗ സിംഹാസനവും അതിന് ചുറ്റുമുള്ളതായ ഈ കാഴ്ചകളും കാണുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും പ്രത്യാശയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഭാഗത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. ദൈവം അധ്യക്ഷനായി തൻ്റെ ദൂതസംഘങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു കൂട്ടം സാറാവുകൾ പറന്ന് ആരാധിച്ചുകൊണ്ട് ഒരു കൂട്ടം കെരൂബുകൾ സിംഹാസനത്തിന് ചുറ്റും സെക്യൂരിറ്റി മാലാഖകളൊക്കെ ആയിരിക്കുമ്പോൾ അഗ്നിമയമായ കുതിരകളും അഗ്നിമയമായ രഥങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്നതായ ആദ സദസ്, ആ മഹൽ സദസ്, അപ്പോൾ തന്നെ ഇതിൻ്റെ മേൽ അധികാരമുള്ള പ്രഭുക്കന്മാരായി പലരെയും കാണാം. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ബൈബിളിന്റെ പഴയ നിയമത്തിൽ യഹോവ ഭക്തന്മാർ പറഞ്ഞിരിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. സ്വർഗീയ സൈന്യങ്ങളുടെ ഉടയവനായ അധിപനായ എല്ലാറ്റിൻ്റെയും എല്ലാമായ യഹോവേ, ഈ സ്വർഗീയമായ മഹത്വം എത്ര മനോഹരമാണ്. ഭൂമിയിൽ സമാഗമന കൂടാരം സ്ഥാപിച്ച് വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും ആരാധന വിഷയമാക്കിക്കൊണ്ട് അവിടെ വെളിപ്പെടുത്തുന്നതായ ഒരു ഭാഗം കൂടെ 84 സങ്കീർത്തനത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. എന്നാൽ ഈ സ്വർഗസിംഹാസനം ഇത്രയും മഹത്വം നിറഞ്ഞതാണ്. സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനത്തിൽ ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ടെന്നതുപോലെ മറിയുന്നുവെന്നും അവിടെ ഇയ്യോബിന് വെളിപ്പെടുമ്പോൾ ഭൂമിയുടെ ഉപരിഭാഗത്തു നിന്നോ മനുഷ്യന് ആഹാരം ഉണ്ടാകുന്നുവെന്നും അതിൻ്റെ അതോ ഭാഗം തീ കൊണ്ടെന്നതുപോലെ മറിയുന്നുവെന്നാണ്. അപ്പോൾ ഉപരിഭാഗത്ത് ആഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അധ്വാനിക്കുന്നു, വീട് പണിയുന്നു, കൃഷി ചെയ്യുന്നു, അവൻ്റെ സർവ്വവിധമായ പണികൾ നടക്കുന്ന ഭൂമിയുടെ ഉപരിഭാഗത്താണ്. അങ്ങനെ ഭൂമിയിൽ നിന്ന് മനുഷ്യന് ആഹാരം ഉണ്ടാകുന്നു. ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ടെന്നതുപോലെ മറിയുന്നു. ഭൂമിയുടെ ഉൾക്കാമ്പ് തിളച്ചു പറയുന്ന ലാവ പോലെ ലോഹങ്ങളും ലവണങ്ങളുമായി ആസിഡ് പോലെ ബന്ധുരുകി തിളച്ച് മറിഞ്ഞു വീഴിക്കുന്ന ഭാഗമാണ്. അവിടെ നിന്നാണ് ഭൂമിയുടെ പുറന്തോട് വരെയുമുള്ളതായ ഹൈ പ്രഷറിൽ കീറലുകളുണ്ടായി, വിള്ളലുകളുണ്ടായി, അവിടെ തീനാളങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതാണ് അഗ്നിപർവ്വതങ്ങൾ. അഗ്നിപർവ്വതങ്ങൾ പല രാജ്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിൽ അത് സാധാരണയല്ല. ഇവിടെ പലപ്പോഴായി ഭൂമിയുടെ അഗാധത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിഭാഗത്തേക്ക് പിളർന്ന് അതിശക്തിയായി വരുന്നതായ അഗ്നിപ്രവാഹമാണ്, തീജ്വാലയാണ്. ഇതാണ് അഗ്നിപർവ്വതം. അപ്പോൾ ഭൂമിയുടെ ഉൾക്കാമ്പ് ഇങ്ങനെയാകുന്നുവെങ്കിൽ ആ ഉൾക്കാമ്പ് സ്ഥലങ്ങളിൽ
പല ഭാഗത്തായി പല സെല്ലുകളായി നരകമുണ്ടെന്നും വായിക്കുന്നു. മറ്റൊന്ന് തീജ്വാലയാണ് നരകമെങ്കിൽ ആകാശത്തിൽ ജ്യോതിർഗോളങ്ങൾ പലതും തീജ്വാലയായി കത്തി വാളി നിൽക്കുന്നതായ ഗോളങ്ങളുണ്ട്. പാപികളായ മനുഷ്യാത്മാക്കളെയും ഭൂതാത്മാക്കളെയും പിശാചുക്കളെയും അവിടെ പാർപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിലും തെറ്റില്ല. സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകവും യാഥാർത്ഥ്യമാണ്. മഹത്വം നിറഞ്ഞതായ ആ സ്വർഗത്തിൽ പോകുവാനാണോ നരകത്തിൽ പോകുവാനാണോ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്? ഒരിക്കൽ മുക്കുടിയനായ കള്ളു കുടിച്ച് ലക്ക് ലഗാനുമില്ലാതെ ഓടയിൽ കിടന്ന ഒരു മനുഷ്യനോട് ചുറ്റും കരയിൽ നിന്നായ ആളുകൾ ചോദിക്കുകയാണ്. അയാൾ വായിൽ നിന്ന് നുരയും പതയും വരുന്നു, ഏതാണ്ടൊക്കെയും വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. എടാ, നീ ഇങ്ങനെയായാൽ നരകത്തിലേ പോകൂ എന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ ബോധരഹിതനെ പോലെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഓടയിൽ കിടക്കുന്ന മുഴുമദ്യപാനിയ മനുഷ്യൻ പറയുന്നു, നീ പോടാ, ഞാൻ സ്വർഗത്തിലേ പോവുള്ളൂ എന്ന് ചെയ്യുന്നു. ഏത് അധർമ്മത്തിൽ ജീവിക്കുന്നവനും, ഏത് മദ്യപാനിയും, ഏത് വേണ്ടാത്ത രീതിയിൽ ജീവിക്കുന്നവനായാലും സ്വർഗമെന്ന് പറയുന്നതായ ഒന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകുമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിൻ്റെ ഏക വഴിയും സത്യവും ജീവനും യേശുവാണ്. യേശുവാണ് സ്വർഗത്തിലേക്കുള്ളതായ വഴി. യേശുവാണ് അവിടെ പോകുവാനുള്ള ജീവൻ. യേശുവിൽ കൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നിത്യജീവനിലെത്തുവാൻ കഴിയുള്ളൂ. സ്വർഗത്തെക്കുറിച്ചുള്ളതായ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായ വിവരണം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നാൽ നരകത്തെക്കുറിച്ച് ഹൈന്ദവ വീക്ഷണത്തിൽ 28 കോടി നരകത്തെക്കുറിച്ച് പറയുന്നു. 28 കോടി നരകത്തിൽ 28 വലിയ നരകത്തെക്കുറിച്ച് പറയുന്നു. അതിന് പേരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പകർത്തി പഠിക്കുക എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അതിൽ സൂചിമുഖമെന്നും പശുരോഗ സഹസ്രവർഷം എന്നൊക്കെ പറയുന്നതായ നരകത്തെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ അർത്ഥം ഒരു സൂചിയുടെ മുകളിലത്തെ പോയിന്റിൽ നിന്ന് 1000 വർഷം കഴിച്ചു കൂട്ടിയാലേ അടുത്ത നരകത്തിൽ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ 28 കോടി നരകം കഴിയണമെങ്കിൽ എത്രയോ മഹാകോടികൾ കഴിയണം. പശുരോഗ സഹസ്രവർഷം എന്ന് പറയുന്ന ഒരു നരകത്തെക്കുറിച്ച് പറയുന്നു. അവിടെ ഒരു പശുവിൻ്റെ ശരീരത്തിൽ എത്ര കോടി രോമങ്ങളുണ്ടോ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ മുഴുവൻ എണ്ണണം. എണ്ണിക്കിട്ട് ഒരു രോമത്തിന് 1 കോടി വർഷം വെച്ചുള്ളതായ കാലക്കണക്ക് നിർണയിച്ച് ഒരു പശുവിൻ്റെ ശരീരത്തിലുള്ള രോമത്തിൻ്റെ എണ്ണത്തിന് തക്കവണ്ണം 1 കോടി ഗുണം എത്രയാണോ രോമങ്ങൾ അത്രയും കാലങ്ങൾ കഴിച്ചു കൂട്ടിയാലേ അടുത്ത നരകത്തിലോട്ട് പോകും. അങ്ങനെ അസംഖ്യം കോടി നരകങ്ങളെ കടന്നു വേണം ഒരുവന് മോക്ഷം പ്രാപിക്കാനെന്ന്. ഏതായാലും എല്ലാ മതവും നരകവും സ്വർഗവുമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പൂർണ്ണമായ വിശ്വാസയോഗ്യമായ തെളിവ് സഹിതം പറയുവാൻ കഴിയുന്ന വിശുദ്ധ ബൈബിളിനേ ഉള്ളൂ. ആ ബൈബിൾ പറയപ്പെടുന്ന ആ സ്വർഗത്തെയും അത് സൃഷ്ടിച്ചതായ ദൈവത്തെയും ആ ദൈവം സ്വർഗസിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമ്മളിവിടെ വിവരിച്ചു കഴിഞ്ഞു. ഈ പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. 9ാമത്തെ ഓളിയമായി ഈ ഡിസ്കിൽ സ്വർഗവും നരകവും യാഥാർത്ഥ്യമോ എന്ന ടൈറ്റിലോടുകൂടെ ഈ വിഷയം നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ഇത് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. നിത്യത എന്ന ടൈറ്റിലോടുകൂടെ അവസാനത്തെ ഓളിയം CD നമ്മൾ പഠനമാക്കിയെടുക്കുന്നു.